all, welcome to XNY Learning. NSMC നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പിന്റെ സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ചാപ്റ്റർ ആണ് ക്രോപ്പ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ക്ലാസ് 7 സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ക്രോപ്പ് പ്രൊഡക്ഷനിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് കണ്ടന്റ്സും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മേജർലി ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ NSMCക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നെങ്കിൽ തീർച്ചയായിട്ടും NSMC എന്ന് പറയുന്ന എക്സാമിന് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. സയൻസിലും മാത്സിലും മിടുക്കരായിട്ടുള്ള മെന്റൽ എബിലിറ്റി ഒക്കെ നല്ല മിടുക്കരായിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ക്യാഷ് പ്രൈസുകളും ഒക്കെ അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് NSMC എന്ന് പറയുന്നത്. ഹിന്ദു സ്കൂൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് XNY ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അതായത് ഓൾ ഓവർ ഇന്ത്യയിലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിന് വേണ്ടി തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് NSMCയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോപ്പ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എന്താണ് ക്രോപ്പ് പ്രൊഡക്ഷൻ? Crop production it is a process of growing crops in a large scale and harvesting them for human consumption and various industrial uses. അതായത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹ്യൂമൻസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വേരിയസ് ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലാന്റിനെ നമ്മൾ ഒരുപാട് ഏരിയ വെച്ചിട്ട് ലാർജ് സ്കെയിലിൽ ഹാർവെസ്റ്റ് ചെയ്യുന്നതിനാണ് വി കോൾ ഇറ്റ് ക്രോപ്പ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കും. ദ ഫുഡ് ദാറ്റ് വി ഈറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഫാമേഴ്സ് ഇൻ ഫാമിംഗ് ഫീൽഡ്സ് ത്രൂ ക്രോപ്പ് പ്രൊഡക്ഷൻ. അതായത് ക്രോപ്പ് പ്രൊഡക്ഷനിൽ എന്താ ചെയ്യുന്നത്, ഫാമേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ക്രോപ്പിന് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം എന്ത് ചെയ്യുന്നത് അവരാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന ആ ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇനി പ്ലാന്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ മെത്തേഡ് നടക്കുന്നുണ്ട്. പ്ലാന്റ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ, ഒരു പ്ലാന്റ് മറ്റൊരു പ്ലാന്റ് ആയിട്ട് മാറാൻ അല്ലെങ്കിൽ പുതിയൊരു ന്യൂ പ്ലാന്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കണം അല്ലേ. അപ്പോൾ റീപ്രൊഡക്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പ്ലാന്റ്സ് ക്യാൻ ബി റീപ്രൊഡ്യൂസ് ത്രൂ ഡിഫറെൻറ്റ് മെത്തേഡ്സ് വിച്ച് ഇൻക്ലൂഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡും ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന മെത്തേഡും ഉണ്ട്. മേജർലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2 ടൈപ്സ് ആണ്. അപ്പോൾ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? അതായത് ഒരു പ്ലാന്റ്, ദിസ് പ്രോസസ് of producing new plants from vegetative parts like root, stem, leaf and underground stem. അതായത് ഒരു പ്ലാന്റിന്റെ റൂട്ട്, സ്റ്റെം, ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഒക്കെ യൂസ് ചെയ്തിട്ട് പുതിയൊരു പ്ലാന്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ജിഞ്ചർ, ബ്രയോഫിലം, ജിഞ്ചർ റൈസോം എന്ന് പറയുന്ന ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, പുതിയൊരു പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബ്രയോഫിലം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് അതിന്റെ ലീഫിലുള്ള ലീഫ് മാർജിനിൽ കാണുന്ന ചെറിയ ചെറിയ ബഡ്സ് ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്, അത് പുതിയ പ്ലാന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. പെപ്പർ ആണെങ്കിൽ നമ്മൾ സ്റ്റെം കട്ടിംഗ് എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുക. സ്റ്റെം കട്ട് ചെയ്ത് വേറൊരു സ്ഥലത്ത് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗ്രോ ഇൻ ടു അനദർ പ്ലാന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രോ ചെയ്യാൻ പറ്റും. പൊട്ടാറ്റോ ട്യൂബർ, അതും അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. സോ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് ആക്ച്വലി ഇത് പൊട്ടാറ്റോയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓണിയൻ ആണെങ്കിൽ ബൾബ് എന്ന് പറയുന്ന പാർട്ടാണ്, അതും അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇറ്റ് റിക്വയർസ് ഓൺലി വൺ സിംഗിൾ പാരന്റ്, അതായത് ഒരു സിംഗിൾ പാരന്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു സിംഗിൾ പ്ലാന്റ് മാത്രം മതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെ പുതിയൊരു പ്ലാന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതിനെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ഇതിനെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും കൂടി എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. സോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ടെന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. യെസ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു പ്രോസസ്സിനെ വിളിക്കാറുണ്ട്. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ്റെ എക്സാമ്പിളാണ് സ്വീറ്റ് പൊട്ടാറ്റോ. അത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്, അത് അല്ലെങ്കിൽ ജനറേറ്റീവ് റൂട്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പുതിയൊരു പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ജിഞ്ചർ ആണെങ്കിൽ റൈസോം എന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെം പാർട്ടിൽ നിന്നാണ്. ട്യൂബർ ആണെങ്കിൽ, പൊട്ടാറ്റോ ആണെങ്കിൽ ട്യൂബർ എന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നാണ് വരുന്നത്. ലീഫിലാണെങ്കിൽ ലീഫിൻ്റെ മാർജിനിൽ നിന്ന് പുതിയ പ്ലാന്റ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്ത് വരും. ഇനി ഓണിയനിലാണെങ്കിൽ ബൾബ് എന്ന് പറയുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഓക്സാലിസ്, സക്കർ, മിൻറ്റിലുള്ള സക്കർ എന്ന് പറയുന്ന പാർട്ട് അതെന്താണ്, അതിൻ്റെ റണ്ണിങ് ആയിട്ടുള്ള സ്റ്റെംസ് ആണ്. അതുപോലെ തന്നെ ഓക്സാലിക്സ് എന്ന് പറയുന്ന പാർട്ട് റണ്ണിങ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇത് നമുക്ക് ഓക്സാലിക്സ് എന്ന് പറയുന്ന പാർട്ടിൽ റണ്ണർ എന്ന് പറയുന്ന ഒരു പാർട്ടായിട്ടാണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ മിൻറ്റിൽ സക്കർ എന്ന് പറയുന്ന പാർട്ടായിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. അതായത് ഒരു റൂട്ട് അതിൻ്റെ തൊട്ടടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു റൂട്ടിന് ഗ്രോ ചെയ്യാൻ പറ്റും. ആ റൂട്ടിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യും. ഇതിനെയാണ് സക്കർ എന്ന് വിളിക്കാം. ആൻഡ് ഈ ഒരു റണ്ണിങ് ആയിട്ടുള്ള ഈ ഒരു കണ്ടീഷനിൽ നിന്ന് റൂട്ട് ഗ്രോ ചെയ്ത് പുതിയൊരു പ്ലാന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് റണ്ണർ എന്ന് വിളിക്കുന്നത്. സോ ഇത് എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കാം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ കറക്റ്റ്ലി മാച്ചസ് ദ പ്ലാന്റ് വിത്ത് ഇറ്റ്സ് കോമൺ മെത്തഡ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? കോമൺ മെത്തഡ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ കോമ്പിനേഷൻ കറക്റ്റ്ലി മാച്ച് ചെയ്തുള്ളത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ബ്രയോഫിലം ലീഫ് ബഡ്സും ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ബ്രയോഫിലം ലീഫ് ബഡ്സ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ജിഞ്ചർ ടാപ്പ് റൂട്ട് ആണോ? അല്ല, ജിഞ്ചർ
റൈസോം എന്ന് പറയുന്ന പാർട്ട് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. സോ അത് റോങ് ആണ്. അപ്പം ഇത് റോങ് ആണ്. ഇനി പെപ്പർ എന്ന് പറയുന്നത് സീഡാണോ? അല്ല, സ്റ്റെം കട്ടിങ്സ് ആണ് അല്ലേ. അതിൻ്റെ സ്റ്റെമ്മിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് പെപ്പറിനെ കുറിച്ച്. പെപ്പർ സ്റ്റെം നോഡ്സ് അല്ലെങ്കിൽ സ്റ്റെം കട്ടിങ്സ് ത്രൂ ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറയുന്നത് അത് നോർമലി അതിൻ്റെ റൂട്ട് പാർട്ടിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്. ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. ആ റൂട്ട് എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതാണ്, സ്റ്റെം കട്ടിങ് അല്ല. സോ ഇത് റോങ് ആണ്. സോ ഇതെല്ലാം എന്താണ്? റോങ് ആണ്. സോ ഓപ്ഷൻ എ ആണ്, പ്രയോഫിലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. അതിൻ്റെ ലീഫിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് പുതിയ പ്ലാന്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ ചോദിച്ചുള്ളത് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ബൈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആർ ജനറ്റിക്കലി ഐഡന്റിക്കൽ ടു ദ പാരന്റ് പ്ലാന്റ്. അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ്സ് എല്ലാം പാരന്റ് പ്ലാന്റ് ഏത് പ്ലാന്റിൽ നിന്നാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അതേ ക്വാളിറ്റി തന്നെ ആയിരിക്കും അതിനുണ്ടാവുക എന്നാണ് പറയുന്നത്. ഐഡന്റിക്കൽ ആയിരിക്കും എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അതെന്താണ്? കറക്റ്റ് ആയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി റീസൺ ആയിട്ട് കൊടുത്തുള്ളത് എന്താണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് എ ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവിങ് ഓൺലി വൺ പാരന്റ് എന്നാണ് പറയുന്നത്. അതെന്താണ്? കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് ആ പാരന്റിന്റെ അതേ ക്വാളിറ്റി എന്ത് ചെയ്യുന്നത് വരുന്നത്. രണ്ട് പ്ലാന്റ്സിൽ നിന്നാണ് ഒരു പ്ലാന്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതിനെയാണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അത് സീഡ് ഫോർമേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് വരിക. അപ്പം 2 പ്ലാന്റ്സിൻ്റെയും എന്തുണ്ടാവും? ക്വാളിറ്റി അതിനുണ്ടാവും. ബട്ട് ഇവിടെ അങ്ങനെയല്ല, ഒരു പ്ലാന്റ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ഇൻവോൾവ് ചെയ്യുന്നത്. സോ ആ പ്ലാന്റിന്റെ ക്വാളിറ്റി തന്നെ ആയിരിക്കും പുതുതായിട്ട് ഉണ്ടാവുന്ന പ്ലാന്റിനും ഉണ്ടാവുക. അപ്പം പാരന്റിന്റെ അതേ ക്വാളിറ്റി ആയിരിക്കും പുതിയതായിട്ടുള്ള ന്യൂ പ്ലാന്റിനും ഉണ്ടാവുക. സോ അത് വെച്ചിട്ട് നമുക്ക് ഈസിലി പറയാൻ പറ്റും രണ്ട് സ്റ്റേറ്റ്മെന്റ്സും എന്താണ്? ട്രൂ ആണ്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പം അസേർഷനും റീസണും എന്താണ്? ട്രൂ ആണ്. റീസൺ കറക്റ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്? അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി മെത്തഡ് ഓഫ് പ്ലാന്റ് റീപ്രൊഡക്ഷനിൽ അടുത്തൊരു പാർട്ടാണ് വരുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ. നമ്മൾ സിംപ്ലി നമ്മൾ പറഞ്ഞു അല്ലേ, ദ പ്രോസസ് ഓഫ് റീപ്രൊഡക്റ്റീവ് വയ സീഡ്സ്, അതായത് സീഡ്സ് ത്രൂ നടക്കുന്ന റീപ്രൊഡക്ഷൻ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. സീഡ്സ് ഫോം ഇൻ ദ ഫ്രൂട്ട്സ് ത്രൂ പോളിനേഷൻ ആൻഡ് സീഡ് ജെർമിനേറ്റ് ടു ഫോം സീഡ്ലിങ്സ്. അതായത് സീഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടന്ന് അതുപോലെ തന്നെ സീഡ് ജെർമിനേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സീഡ്ലിങ്സ് ഉണ്ടാവുന്നത്. അവിടെ സീഡ് പൊട്ടിമുളച്ചിട്ടാണ് പുതിയ പ്ലാന്റ് എന്ത് ചെയ്യുന്നത് ഉണ്ടാവുന്നത്. ഹിയർ സീഡ്ലിങ്സ് മേ ഹാവ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഫ്രം ദ മദർ പ്ലാന്റ്. അത് മദർ പ്ലാന്റിൽ നിന്ന് ക്വാളിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. പാരൻസ് രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്, ഡിഫറെൻറ്റ് ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാവുക. അവർ രണ്ട് ഡിഫറെൻറ്റ് ക്വാളിറ്റി മിക്സ് ചെയ്തിട്ടായിരിക്കും അവർക്ക് കാണാൻ പറ്റുക. ഇനി മുരിങ്ങ ക്യാൻ റീപ്രൊഡ്യൂസ് വയ ബോത്ത് സീഡ്സ്, അതായത് സീഡ്സ് ഉണ്ടാക്കാനും പറ്റും മുരിങ്ങയ്ക്ക്, അതുപോലെ തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ആൻഡ് സ്റ്റെം കട്ടിങ് മെത്തേഡും എന്ത് ചെയ്യാൻ പറ്റും? മുരിങ്ങയിൽ ചെയ്യാൻ പറ്റും. അപ്പം മുരിങ്ങയിൽ സ്റ്റെം കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയൊരു പ്ലാന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സീഡ്സ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും? പ്ലാന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അവിടെ പറഞ്ഞുള്ളത്. ഇനി മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷനിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് മച്ച് ഫാസ്റ്റർ വെൻ കമ്പയർ ടു ഗ്രോയിങ് പ്ലാന്റ്സ് ഫ്രം സീഡ്സ്. അതായത് സീഡ്സ് ഉണ്ടാവുന്നതിനേക്കാളും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് റിക്വയർ കമ്പാരിറ്റീവ്ലി ഷോർട്ട് ടൈം സ്പാൻ for plants to reach maturity and bear fruits and vegetative propagation. അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഫ്രൂട്ട്സ് ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് നടക്കും, പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് മെച്ചുർ ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു പ്ലാന്റിൽ നിന്ന് മറ്റൊരു പ്ലാന്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് കുറച്ചുകൂടി എന്താണ്? പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ന്യൂ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ആർ ഐഡന്റിക്കൽ ടു ദ പാരന്റ്, ദസ് ഡിസൈർഡ് ട്രേറ്റ്സ് ആൻഡ് ഗുഡ് ക്വാളിറ്റീസ് ഓഫ് മദർ ക്യാൻ ബി സീൻ ഇൻ ദം. അതായത് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ ചെയ്യുന്ന സമയത്ത് അത് പാരന്റിൻ്റെ അതേ ക്വാളിറ്റി തന്നെയാണ് ആ ഒരു പ്ലാന്റിന് ഉണ്ടാവുക. അപ്പം അതേ ക്വാളിറ്റി, അതായത് മദറിൻ്റെ ക്വാളിറ്റി തന്നെ നമുക്ക് ആ പ്ലാന്റിൽ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ബീട്രൂട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബീട്രൂട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബീട്രൂട്ടൊക്കെ ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെ ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ആർട്ടിഫിഷ്യലി നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നോർമലി നാച്ചുറലി എന്ത് ചെയ്യും? പ്ലാന്റ്സ് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് സ്റ്റെം കട്ടിങ്സ്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്സ്, അതായത് ലീഫ് ബഡ്സ്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ റണ്ണർ, അതുപോലെ തന്നെ സക്കർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതൊക്കെ നാച്ചുറലി ഒക്കർ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മുടെ ഹെൽപ്പോട് കൂടി നടക്കുന്നതാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ്സ് എന്ന് വിളിക്കുന്നത്. അതൊന്നാണ് ലെയറിങ്. നമ്മൾ റൂട്ട് ഗ്രോ ചെയ്യുകയാണ്, സ്റ്റെമ്മിൽ റൂട്ട് ഗ്രോ ചെയ്യുന്നതാണ് നമ്മൾ ലെയറിംഗ് എന്ന് വിളിക്കുക. ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലാന്റ്സിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്ലാന്റ് ആക്കി മാറ്റുന്നതിനാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലാന്റിൻ്റെ ഒരു ബഡ് വേറൊരു പ്ലാന്റിൽ ഫിക്സ് ചെയ്തിട്ട് അതിനെ ഒരു സിംഗിൾ പ്ലാന്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതാണ് ബഡ്ഡിംഗ് എന്ന് വിളിക്കുക. ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് ഒരു സിംഗിൾ സെൽ എന്താക്കി മാറ്റും? സിംഗിൾ സെല്ലിനെ ഒരു
ഫുൾ പ്ലാന്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇതെന്ത് ചെയ്യാൻ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ ലെയറിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദി പ്രാക്ടീസ് ഓഫ് ജനറേറ്റിംഗ് റൂട്ട്സ് ഓൺ ദ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ് വൈൽ ഇറ്റ് ഈസ് സ്റ്റിൽ അറ്റാച്ച്ഡ് ആൻഡ് ദെൻ കട്ടിങ് ആൻഡ് പ്ലാന്റിങ് ഇറ്റ് ആസ് എ ന്യൂ സാപ്ലിംഗ്. അതായത് നമ്മൾ അതിന് പാരന്റ് പ്ലാന്റിൽ എന്ത് ചെയ്യും, അതിനൊരു കട്ട് ഉണ്ടാക്കി അവിടെ നമ്മൾ റൂട്ട് ക്രിയേറ്റ് ചെയ്ത്, ആ റൂട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം റൂട്ട് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, കട്ട് ചെയ്തിട്ട് വേറൊരു പ്ലാന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ മാറ്റി കുഴിച്ചിടുന്നു. ഇതാണ് നമ്മുടെ ലെയറിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. പ്ലാന്റ്ലെറ്റ്സ് ആർ ജനറ്റിക്കലി ഐഡന്റിക്കൽ ടു ദ മദർ പ്ലാന്റ്. അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. സ്റ്റെമ്മിൽ ഒരു പ്ലാന്റിൽ നിന്നാണ് പുതിയ പ്ലാന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ മദർ പ്ലാന്റ് അല്ലെങ്കിൽ ഏത് പ്ലാന്റാണ് നമ്മൾ എടുക്കുന്നത് അതിന്റെ സെയിം ക്വാളിറ്റി തന്നെ ആയിരിക്കും അതിനുണ്ടാവുക. ഇനി ദേ ഷോസ് ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ് ഒക്കെ ഉണ്ടാവും, പെട്ടെന്ന് തന്നെ പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും. ആൻഡ് ഓൾസോ ക്യൂക്ക് ഈൽഡ്, പെട്ടെന്നായിരിക്കും അതിൽ നിന്ന് നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുക. ആൻഡ് പ്ലാനറ്റ്സ് ഹാവ് നോ ടാപ്പ് റൂട്ട്സ്. അവർക്ക് ടാപ്പ് റൂട്ട്സ് ആയിരിക്കില്ല ഉണ്ടാവുക. ടാപ്പ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ മെയിൻ റൂട്ട് ഉണ്ടാവും, അതിൽ നിന്ന് ഒരുപാട് ലാറ്ററൽ റൂട്ട്സ് അറൈസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റൂട്ട് സിസ്റ്റം ആണ് നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് വിളിക്കുക. ഇനി ബേസ് ഓഫ് ദ സ്റ്റെമ്മിൽ നിന്ന് ഒരുപാട് റൂട്ട്സ് അറൈസ് ചെയ്യുന്ന ഫൈബർ പോലെയുള്ള ഹെയർ ലൈക്ക് റൂട്ട്സ് ഗ്രോ ചെയ്യിക്കുന്നതിനാണ് വി കോൾ ഇറ്റ് ആസ് ഫൈബ്രസ് റൂട്ട്സ് എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ ഫൈബ്രസ് റൂട്ടാണ് ആക്ച്വലി എന്ത് നമുക്കിവിടെ കാണാൻ പറ്റുക. ആൻഡ് ഹെൻസ് റിക്വയർ മോർ കെയർ. അതിന് കൂടുതൽ കെയർ നമ്മൾ കൊടുക്കേണ്ടി വരും ഫൈബ്രസ് റൂട്ട് ആവുന്ന സമയത്ത്. ടാപ്പ് റൂട്ട് കുറച്ചും കൂടി അതെന്താണ്, അത് റെസിലിയൻ്റ് ആണ്. നമ്മളുടെ അവർ എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റും. ടാപ്പ് റൂട്ട് ആണെങ്കിൽ, ഫൈബ്രസ് റൂട്ട് ആണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ കെയർ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ലെയറിങ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് ഗോവ, റൂട്ട്സ്, സപ്പോട്ട, ഫിഗ്, കാഷ്യൂ ഒക്കെ എന്താണ് അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്റ്റെമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കട്ട് വരുത്തിയിട്ട് അതെന്ത് ചെയ്യുന്നു, ഡിഫറെൻ്റ് ആയുള്ള തിങ്സ് അവിടെ ഇൻസേർട്ട് ചെയ്ത് റൂട്ട് ഗ്രോ ചെയ്യിക്കുന്ന മെത്തേഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് നമുക്ക് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. ചൂസ് എ പെൻസിൽ സൈസ് ഹെൽത്തി സ്റ്റെം ആൻഡ് മേക്ക് എ സർക്കുലർ റിംഗ് കട്ട് 2 to 3 സെൻറ്റിമീറ്റർ റിമൂവ് ബാക്ക് ബിറ്റ്വീൻ ദ നോട്ട്സ്. അതായത് 2 അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു സ്റ്റെമ്മിൻ്റെ ഒരു പെൻസിൽ സൈസ്ഡ് ആയുള്ള ഒരു സ്റ്റെം എന്ത് ചെയ്യാം, നമ്മൾ എടുത്തിട്ട് അതിൻ്റെ റിമൂവ്, അതിൻ്റെ പുറന്തൊലി എന്ത് ചെയ്യുന്നു, നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നു. ഒരു 2 to 3 സെൻറ്റിമീറ്റർ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ഏരിയയിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു, മിക്സർ ഓഫ് കോക്കോപീറ്റ്. കോക്കോപീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചകിരിച്ചോറ് കേട്ടോ. അപ്പോൾ നമ്മൾ കോക്കനട്ടിൻ്റെ ഹസ്കിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കോക്കോപീറ്റ് എന്ന് പറയുന്നത്. അത് ദെൻ അതിൻ്റെ കൂടെ ചാണകം, കൗഡങ് പൗഡർ ആൻഡ് സോയിൽ, അതിൻ്റെ കൂടെ മണ്ണ് കൂടി മിക്സ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുന്നു, നമ്മൾ പോളിത്തീൻ കവർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, റാപ്പ് ചെയ്യുന്നു. വൺസ് റൂട്ട് അപ്പിയർ, അവിടെ നിന്ന് എന്ത് ചെയ്യും, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇറ്റ്സ് അറൌണ്ട് 2 to 3 months ഇടയിൽ അവിടെ റൂട്ട് ഗ്രോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു 2 to 3 weeks ഉള്ളിൽ തന്നെ റൂട്ട് ഗ്രോ ചെയ്യും. ഒരു വെൽ ഡെവലപ്ഡ് ആവണമെങ്കിൽ ഒരു 2 to 3 months ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും. ആഫ്റ്റർ റൂട്ട് അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, കട്ട് ദ സ്റ്റെം ബിലോ ദ റൂട്ട് ഏരിയ ആൻഡ് പ്ലാന്റ് ഇറ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ റൂട്ട് ഗ്രോ ചെയ്ത്, എവിടെയാണ് റൂട്ട് ഗ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പാർട്ടിൽ നിന്ന് നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്നു, അതിന് നമ്മൾ വേറൊരു പ്ലാന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രോ ചെയ്യിക്കുന്നു. ഇതാണ് ലെയറിംഗ് മെത്തേഡ് ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ ഒരു സെപ്പറേറ്റ് ലെയറിംഗ് മെത്തേഡാണ് സെർപ്പൻറ്റൈൽ ലെയറിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എയറിലല്ല ചെയ്യുന്നത്, എയറിൽ നമ്മൾ കട്ട് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. നമ്മളൊരു പ്ലാന്റിൻ്റെ, അത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്റ്റെം ആണെങ്കിൽ അതിനെന്ത് ചെയ്യും, റൂട്ട് എങ്ങോട്ടേക്ക് ഫിക്സ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റെം എങ്ങോട്ട് ഫിക്സ് ചെയ്യും, അണ്ടർഗ്രൗണ്ട് ഫിക്സ് ചെയ്യും, എന്നിട്ട് റൂട്ട് ഗ്രോ ചെയ്യിക്കുന്നതാണ് കേട്ടോ. ഐഡിയൽ ഫോർ പ്ലാന്റ്സ് വിത്ത് ലോങ് ഫ്ലെക്സിബിൾ സ്റ്റെംസ്. ഫ്ലെക്സിബിൾ ആയുള്ള സ്റ്റെംസ് ഉള്ള പ്ലാന്റ്സിലാണ് ഇത് ചെയ്യാറുള്ളത്. ബെൻ ദ ലോങ് ഫ്ലെക്സിബിൾ ബ്രാഞ്ച് ഓൺ എ പ്ലാന്റ് ഇൻ സോയിൽ ലിവിങ് സെക്ഷൻ എക്സ്പോസ്ഡ്. അതായത് അതിൻ്റെ സെക്ഷൻ കാണുന്ന പോലെ അതിൻ്റെ സ്റ്റെം എന്ത് ചെയ്യുന്നു, നമ്മൾ എവിടേക്ക് ഇറക്കി വെക്കുന്നു, മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നു, എന്നിട്ട് റൂട്ട് ഗ്രോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ റൂട്ട് ഗ്രോ ചെയ്യും, ഇതൊരു പുതിയ പ്ലാന്റ് ആയിട്ട് മാറും. ഇറ്റ് പ്രൊഡ്യൂസസ് മൾട്ടിപ്പിൾ സാപ്ലിങ്സ് ഫ്രം എ സിംഗിൾ ബ്രാഞ്ച്. ഒരു ബ്രാഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, സെർപ്പൻറ്റൈൽ ലെയറിങ്ങിലൂടെ ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിളാണ് ജാസ്മിൻ, ബെറ്റൽ എന്ന് പറഞ്ഞാൽ വെറ്റില, പെപ്പർ, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, നമ്മുടെ കുരുമുളക്, ദെൻ ഗ്രേപ്സ്, ക്രൈസാന്തമം, ജമന്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്, എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. എ ലെയർഡ് ഗോവ പ്ലാന്റ് യൂഷ്വലി റിക്വയർസ് മോർ കെയർ ദാൻ സീഡ് ഗ്രോൺ പ്ലാന്റ് ബിക്കോസ്, അതായത് ഒരു സീഡ് ഗ്രോൺ പ്ലാന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെയർഡ് ആയിട്ടുള്ള ഒരു ഗോവ പ്ലാന്റിന് കൂടുതൽ നമുക്ക് അല്ലെങ്കിൽ കൂടുതൽ കെയർ നമ്മൾ കൊടുക്കണം. എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് ഇറ്റ് ഡെവലപ്സ് എ വീക്കർ റൂട്ട് സിസ്റ്റം അല്ലേ. അതിനൊരു വീക്കർ റൂട്ട് സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക. ബിക്കോസ് ഇറ്റ് ഈസ് എ ഫൈബറസ് റൂട്ട് സിസ്റ്റം ആയിരിക്കും അതിനുണ്ടാവുക. സോ നമ്മൾ ടാപ്പ് റൂട്ട് സിസ്റ്റം അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ നമ്മൾ കെയർ കൊടുക്കേണ്ട ആവശ്യം വരുന്നത്. ഇനി ഗ്രോസ് ഓൺലി ഇൻ വെറ്റ് സോയിൽ കണ്ടീഷൻ. അത് വെറ്റ് സോയിൽ കണ്ടീഷനിൽ മാത്രം ഗ്രോ ചെയ്യുള്ളൂ എന്ന് പറയുന്നത് റോങ് ആണ്. അതൊരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇറ്റ് പ്രൊഡ്യൂസസ് ഫ്യൂവർ ലീവ്സ് എവറി സീസൺ. എവറി സീസണിൽ ഒരു സീസണൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത്. ഓരോ സീസണിലും അത്
ന്യൂമറസ് ആയിട്ടുള്ള ലീവ്സ് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഷോർട്ടർ ലൈഫ് സ്പാൻ ആണ്, കുറച്ച് കാലം അത് ഉണ്ടാവുള്ളൂ, ഒരുപാട് സീസണുകളൊന്നും ഉണ്ടാവില്ല ലേഡ് പ്ലാന്റ്സ്. അപ്പം അത് റോങ് ആണ്. റിക്വയർസ് ഇൻസെക്ട്സ് ഫോർ പോളിനേഷൻ എന്ന് പറയുന്നത് റോങ് ആണ്. അത് പെട്ടെന്ന് തന്നെ ഫ്രൂട്ടിങ്ങും ഫ്ലവറിങ്ങും ഒക്കെ നടക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ ലേഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡിയും സിയും അതുപോലെ തന്നെ ബിയും ഒക്കെ എന്താണ് റോങ് ആണ്. ഇനി നെക്സ്റ്റ് വൺ വരുന്നതാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ ഈ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് പ്ലാന്റ്സിനെ ജോയിൻ ചെയ്യിക്കുന്നു, ഒരു റൂട്ടഡ് പാർട്ടും ഉണ്ടാവും, അതുപോലെ തന്നെ എബോവ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു പാർട്ട് ഉണ്ടാവും. എബോവ് ആയിട്ടുള്ള ഫിക്സ് ചെയ്യുന്ന പാർട്ടിനെ വി കോൾ ഇറ്റ് സയൻ എന്നാണ് വിളിക്കുക. ആൻഡ് റൂട്ടിനെ നമ്മൾ അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള പാർട്ടിനെ അണ്ടർഗ്രൗണ്ട് റൂട്ട് സ്റ്റോക്ക് എന്ന് വിളിക്കും കേട്ടോ. അണ്ടർ റൂട്ട് സ്റ്റോക്ക് അല്ലെങ്കിൽ റൂട്ട് സ്റ്റോക്ക് എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, സോ ദ പ്രോസസ് ഓഫ് ജോയിനിങ് സ്റ്റെം ഓഫ് ഫ്രം എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്, ഒരു നല്ല ക്വാളിറ്റി പ്ലാന്റിന്റെ സ്റ്റെമ്മ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ മുകൾ വശം നമ്മൾ കട്ട് ചെയ്യുന്നു വിത്ത് എ റൂട്ടഡ് പ്ലാന്റ്. അതേപോലെയുള്ള ഇപ്പോൾ മാവിന്റെ ഒരു പ്ലാന്റിന്റെ ഒരു സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെയുള്ള മാവിന്റെ വേറൊരു ക്വാളിറ്റി എന്ത് ചെയ്യാം, നമ്മൾ റൂട്ട് സ്റ്റോക്ക് ആയിട്ട് എടുക്കണം ഓഫ് സെയിം സ്പീഷീസ്, സോ ദേ ക്യാൻ ഗ്രോ ടുഗദർ ആസ് സിംഗിൾ പ്ലാന്റ്. ഒരു സിംഗിൾ പ്ലാന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. അതിന്റെ സ്റ്റെപ്സ് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള റൂട്ട് സ്റ്റോക്ക് ആദ്യം എന്ത് ചെയ്യുന്നു, എടുക്കുന്നു, നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്ലാന്റ് എടുക്കുന്നു. ആൻഡ് ലോക്കൽ സോയിൽ കണ്ടീഷനിലൊക്കെ നന്നായിട്ട് ഗ്രോ ചെയ്യിക്കാൻ പറ്റുന്ന ആളെയാണ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് ആയിട്ട് എടുക്കേണ്ടത്. കട്ട് ദ 15 സെൻറ്റിമീറ്റർ ഫ്രം ദ ബോട്ടം, അതായത് നമ്മൾ ബോട്ടത്തിൽ നിന്ന് ഒരു 15 സെൻറ്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ഡൗൺ ചെയ്യുന്നു. മേക്ക് എ വി ഷേപ്ഡ് കട്ട്, ഒരു വി ഷേപ്ഡ് കട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അവിടെ വരുത്തുന്നു. ഒരു വി ഷേപ്ഡ് കട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അവിടെ വരുത്തുന്നു കേട്ടോ. ഓക്കെ, നമ്മളൊരു വി ഷേപ്ഡ് കട്ട് എന്ത് ചെയ്യുന്നു, നമ്മളവിടെ വരുത്തുന്നു, ഒരു വി ഷേപ്ഡ് കട്ട് വരുത്തുന്നു. ദെൻ ഇൻസേർട്ട് ദ സൈൻ ഫേംലി ഓൺ ദ സ്റ്റോക്ക്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് സ്റ്റോക്കിന് സെൻറ്റർ ഓഫ് ദ സ്റ്റോക്കിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. കെയർഫുള്ളി ഷേപ്പ് ദ സൈൻ ഇൻ ടു ദ മാച്ചിങ് ബഡ്സ്, അതായത് ഈ ഒരു ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലുള്ള ആ ഒരു സ്റ്റെം പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കട്ട് വരുത്തണം. എന്നിട്ട് അതിനെന്ത് ചെയ്യുന്നു, നമ്മൾ ഫേംലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഉറപ്പിച്ച് ആ ഒരു സ്റ്റോക്കിൽ എന്ത് ചെയ്യുന്നു, കെട്ടിവെക്കുന്നു. ആൻഡ് ബൈൻഡ് ടൈറ്റ്ലി വിത്ത് എ പോളിത്തീൻ ടീപ്പ്, റീപ്ലേസ് വൺ ജോയിൻ, അതായത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ റീപ്ലാന്റ് ചെയ്യും കേട്ടോ, റീപ്ലാന്റ് ചെയ്യും അതിനെ ജോയിൻ ചെയ്തതിന് ശേഷം. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇതിനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ കെട്ടിവെക്കുന്നു, അതാണ് നടക്കുന്നത്. റിമൂവ് എനി ഷൂട്ട്സ് ഗ്രോയിങ് ബിലോ ദ ഗ്രാഫ്റ്റ് ഫ്രം സ്റ്റോക്ക്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഏതെങ്കിലും ഷൂട്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട് ഇവിടെ ഒരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യണം, നമ്മൾ കട്ട് ഡൗൺ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇതിനെന്ത് ചെയ്യാൻ പറ്റുക, നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് താഴെ കൊടുത്തുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അതും കൂടി എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കണം. അത് ബേസ് ചെയ്തിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. എ ഫാർമർ ഗ്രോസ് 2 mango plants, one is raised from a seed while the other is produced by grafting using mature scion. Surprisingly, the grafted plant starting bearing fruits much earlier, which statement best explain the observation. അതായത് നമ്മൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റിൽ പെട്ടെന്ന് ഫ്ലവറിങ് ഉണ്ടായി അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്രൂട്ടിങ് ഉണ്ടായി ഫ്രം ദ സീഡ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്ത മാംഗോ പ്ലാന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ. എന്തുകൊണ്ടാണ് ഗ്രാഫ്റ്റിംഗ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നതല്ല ആക്ച്വലി അവിടെ വരുന്നത്. സയൻ ടേക്കൺ ഫ്രം മെച്ചുവർ പ്ലാന്റ് റീറ്റെയിൻ ഇറ്റ്സ് ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി. അതായത് നമ്മൾ സയൻ, അതായത് മുകളിലുള്ള സ്റ്റെം എന്താണ്, വേറൊരു സുപ്പീരിയർ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള പ്ലാന്റിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. സോ അതിൻ്റെ ആ ഫിസിയോളജിക്കൽ മെച്യൂരിറ്റി എന്തുണ്ടാവില്ലേ, ആ ഒരു പ്ലാന്റിൻ്റെ ഒരു മെച്യൂരിറ്റി എത്തിണ്ടാവില്ലേ, ആ മെച്യൂരിറ്റി എന്തുണ്ടാവും, ആ മുകളിലുള്ള ഈ ഒരു പാർട്ടിനുണ്ടാവും. സോ ആ ഒരു പാർട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, അവിടെ ഗ്രോ ചെയ്യിക്കാം. ഒരു സീഡ് ഒരു പ്ലാന്റ് ആയിട്ട് മാറി അത് ഗ്രോ ചെയ്ത് അതിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടാവുന്ന അത്രയും ടൈം എന്തില്ല നമ്മൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റിന്റെ മുകളിലുള്ള സൈൻ എടുക്കില്ല എന്നാണ് പറയുന്നത്. സോ അതെന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഓപ്ഷൻ ബി ആണ് നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്രാഫ്റ്റിംഗ് ചേഞ്ചസ് ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് ദ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് റോങ് ആണ്. സീഡ് ഗ്രൗണ്ട് പ്ലാന്റ്സ് കനോട്ട് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നതും എന്താണ്, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു പാർട്ട് നോക്കാം. ദറ്റ് ഈസ് ബഡ്ഡിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ദ പ്രോസസ് ഓഫ് ജോയിനിങ് വൺ ബഡ് ഫ്രം എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് ഓൺ ടു എ റൂട്ട് സ്റ്റോക്ക് ഓഫ് ദ സെയിം സ്പീഷീസ് ടു പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്ലെറ്റ്. അതായത് നമ്മളെന്താണ്, ഒരു സ്റ്റെം ഗ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഗ്രോ ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പാർട്ടിനെ ഒരു പെർട്ടിക്കുലർ പാർട്ടിനെയാണ് വി കോൾ ഇറ്റ് എസ് ബഡ് എന്നാണ് വിളിക്കുക കേട്ടോ. ഈ പാർട്ടിനെയാണ് നമ്മൾ ബഡ് എന്ന് വിളിക്കുക. അതായത് സ്റ്റെം ഗ്രോ ചെയ്യുന്ന ബ്രാഞ്ചസ് അറൈസ് ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ ബഡ് എന്ന് വിളിക്കുക. ഈ ബഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരു പ്ലാന്റിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു. ആ ഒരു പാർട്ടിനെയാണ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ വേറൊരു മെത്തേഡാണ് ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. സോ ബഡ്ഡിങ്ങിൽ എന്താ ചെയ്യുക, ചിസൽ ഓഫ് എ ബഡ് വിത്ത് എ സ്മോൾ പീസ് ഓഫ് ബാർക്ക് ഫ്രം എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്. ഒരു സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്യുന്നു. ബഡിനെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ബാർക്ക് ഓടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കട്ട് ഡൗൺ ചെയ്യുന്നു. ആൻഡ് പീൽ ഓഫ് ദ പാച്ച് ഓഫ് ദ ബാർക്ക് ഈക്വൽ സൈസ് ഓഫ് ദ ബഡ് ഇൻ ദ റൂട്ട് സ്റ്റോക്ക്. അതായത് ഈ ഏത് പ്ലാന്റിലാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ വിചാരിക്കുന്നത് അതിലെന്ത് ചെയ്യുക, അതേ ഷേപ്പിലുള്ള ഒരു കട്ട് ക്രിയേറ്റ് ചെയ്യുക ബാർക്കിൽ. പ്ലേസ് ദ ബഡ് ഓൺ ടു ദ എക്സ്പോസ്ഡ് ഏരിയ. എവിടെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അവിടേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ആ ബഡിനെ ഫിക്സ് ചെയ്യുക. ഈ ഒരു ബഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുപോയി ഫിക്സ് ചെയ്യുന്നു. ദെൻ
റാപ്പ് ടൈറ്റ്ലി വിത്ത് പോളിത്തീൻ ടേപ്പ് എൻഷുർ ബഡ് ഐ റിമൈൻസ് എക്സ്പോസ്ഡ്. അതായത് ബഡ് പുറത്തേക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്താണ് പോളിത്തീൻ ടേപ്പ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യുന്നു. വൺസ് ദ ബഡ് ഗ്രോസ് വെൽ കട്ട് ഓഫ് ദ അപ്പർ പാർട്ട് ഓഫ് ദ റൂട്ട് സ്റ്റോക്ക് ആൻഡ് റീപ്ലാന്റ് ഇറ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ബഡ് നന്നായിട്ട് ഗ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പർ പാർട്ട് എന്ത് ചെയ്യും, കട്ട് ഓഫ് ചെയ്യും, ദെൻ റൂട്ട് സ്റ്റോക്ക് റീപ്ലാന്റ് ചെയ്യും, എന്നിട്ട് റീപ്ലാന്റ് ചെയ്യുക. ഇതാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബഡ്ഡിങ്ങിൻ്റെ ഒരു സ്റ്റേജ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കട്ട് ഡൗൺ ചെയ്യുന്നു, എന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു കട്ട് വേറൊരു പ്ലാന്റിൽ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഫിക്സ് ചെയ്യുന്നു, പോളിത്തീൻ ടേപ്പ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യുന്നു, ബഡ് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ. ബഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അതിനെ മേ ബി നമ്മൾ റീപ്ലാന്റ് ചെയ്യും. അതാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബഡ്ഡിങ് പ്രോസസ്സിൽ ചെയ്യുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് ചീപ്പർ നഴ്സറി പ്ലാന്റ്സ്. അതായത് നഴ്സറിയിലൊക്കെ ചീപ്പർ ആയിട്ടുള്ള നഴ്സറി പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബഡ്ഡിങ് ത്രൂ മേക്ക് ചെയ്യാൻ പറ്റും. കെയർ ഈസ് നീഡഡ്. അതിനും എന്താണ്, നമ്മൾ കെയർ കൊടുക്കണം. ഗ്രാഫ്റ്റിങ്ങിലാണെങ്കിലും ലെയറിങ്ങിലാണെങ്കിലും ബഡ്ഡിങ്ങിലാണെങ്കിലും ഒക്കെ നമ്മൾ കെയർ എന്താണ് നമ്മൾ കൊടുക്കണം. നമ്മൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് റബ്ബർ എന്ന് പറയുന്നത് കേട്ടോ. റബ്ബർ ബഡ്ഡിങ് ത്രൂ ആണ് ചെയ്യുന്നത്. ബഡ്ഡിങ് ഡിഫേഴ്സ് ഫ്രം ദ ഗ്രാഫ്റ്റിംഗ് ബിക്കോസ് ഇറ്റ് മെയിൻലി യൂസേഴ്സ്. അതായത് ബഡ്ഡിങ് ഗ്രാഫ്റ്റിംഗിൽ നിന്ന് എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്, ബഡ്ഡിങ്ങിൽ നമ്മൾ ബഡ്ഡാണ് യൂസ് ചെയ്യുന്നത്, ഗ്രാഫ്റ്റിംഗിൽ നമ്മൾ സൈനാണ് യൂസ് ചെയ്യുന്നത്. സോ വൺ ഹെൽത്തി വെജിറ്റേറ്റീവ് ബഡ്ഡാണ് ആക്ച്വലി നമ്മൾ ബഡ്ഡിങ്ങിൽ യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നമ്മൾ സിംഗിൾ സെല്ലിൽ നിന്ന് ഒരു പ്ലാന്റിനെ ക്രിയേറ്റ് ചെയ്യാണ്, ഒരുപാട് പ്ലാന്റ്സിനെ ന്യൂമറസ് പ്ലാന്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന മെത്തഡാണ് ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത്. സോ ടിഷ്യൂ കൾച്ചർ, പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. മെത്തഡ് ഓഫ് ഗ്രോയിങ് ന്യൂ പ്ലാന്റ്സ് ഫ്രം എ സ്മോൾ പാർട്ട് ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ സ്മോൾ പാർട്ട് വെച്ചിട്ട് ഒരു ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫുള്ളി ആയിട്ടുള്ള ഒരു പ്ലാന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ലബോറട്ടറി കണ്ടീഷൻ ഇൻ എ സ്പെഷ്യൽ ന്യൂട്രിയൻ സൊല്യൂഷൻ. ഒരു സ്പെഷ്യൽ ന്യൂട്രിയൻ സൊല്യൂഷനിൽ നമ്മൾ ഒരു സ്മോൾ പാർട്ടിന് നമ്മൾ എന്ത് ചെയ്യുന്നു. ആ സ്മോൾ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് കാലസ് എന്നാണ് കേട്ടോ. മേ ബി കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കാലസ് എന്ന് പറയുന്ന പാർട്ടാണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. മൈക്രോ പ്രൊപ്പഗേഷൻ എന്നാണ് ഈ ഒരു മെത്തേഡിനെ നമ്മൾ വിളിക്കുക. മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് മെനി പ്ലാന്റ്സ് ക്വിക്ലി ഫ്രം എ സ്മോൾ പീസ് ഓഫ് പ്ലാന്റ് യൂസിങ് ടിഷ്യൂ കൾച്ചർ. ഒരു ടിഷ്യൂ കൾച്ചറിൽ നിന്ന് ടിഷ്യൂ കൾച്ചർ യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ പ്ലാന്റിൽ അല്ലെങ്കിൽ സിംഗിൾ പാർട്ടിൽ നിന്ന്, ഒരു ചെറിയ പാർട്ടിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സിനെ ഗ്രോ ചെയ്യിക്കുന്നതാണ് വി കോൾ ഇറ്റ് മൈക്രോ പ്രൊപ്പഗേഷൻ എന്നാണ് വിളിക്കുക. ന്യൂ പ്ലാന്റ്സ് ആർ എക്സാക്ട്ലി സിമിലർ ടു ദ പാരന്റ് പ്ലാന്റ്. പാരന്റ് പ്ലാന്റിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള കോപ്പീസ് ആയിരിക്കും പുതിയതായിട്ടുള്ള പ്ലാന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ ഒരു സെല്ല്, ഒരു കുറച്ച് സെൽസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളൊരു പുതിയ പ്ലാന്റ്, ഒരുപാട് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ഓരോ പ്ലാന്റ്സും നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രോ ചെയ്യുന്നു. നമ്മൾ മൾട്ടിപ്പിൾ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു, ഒരു സിംഗിൾ പ്ലാന്റിന്റെ ഒരു ചെറിയ പാർട്ടിൽ നിന്ന് നമ്മൾ ഫോം ചെയ്യുന്നു. ഇതാണ് ടിഷ്യൂ കൾച്ചർ എന്ന് വിളിക്കുന്നത്. നഴ്സറി ഓണർ വാണ്ട്സ് ടു പ്രൊഡ്യൂസ് 100 ഓഫ് ഡിസീസ് ഫ്രീ ബനാന പ്ലാന്റ്സ് ദാറ്റ് ആർ ഐഡന്റിക്കൽ ടു സുപ്പീരിയർ പാരന്റ് പ്ലാന്റ് വിതിൻ എ ഷോർട്ടർ പീരീഡ്. അതായത് ഒരു നഴ്സറി ഓണറിന് എന്ത് ചെയ്യണം, 100 ഓഫ് ഡിസീസ് ഫ്രീ ബനാന പ്ലാന്റ്സ് ഐഡന്റിക്കൽ ടു ദ സുപ്പീരിയർ പാരന്റ് പ്ലാന്റ്. അതായത് പാരന്റ് പ്ലാന്റിന്റെ അതേ ക്വാളിറ്റി ഉള്ള ഡിസീസ് ഫ്രീ ആയിട്ടുള്ള 100 ഓഫ് പ്ലാന്റ്സ് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഷോർട്ടർ പീരീഡ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏത് ടെക്നിക്ക് ആയിരിക്കും കുറച്ചുകൂടി സൂട്ടബിൾ ആയിട്ട് വരാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിംപ്ലി നമുക്ക് പറയാൻ പറ്റും ഏതായിരിക്കും, ടിഷ്യൂ കൾച്ചർ ആയിരിക്കും അവിടെ കറക്റ്റ് ആയിട്ട് വരിക. കാരണം ഒരു സിംഗിൾ സ്മോൾ പാർട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിസീസ് ഫ്രീ പ്ലാന്റിൻ്റെ ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള പ്ലാന്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നമ്മുടെ ലബോറട്ടറി കണ്ടീഷനിൽ ന്യൂട്രിയൻ സൊല്യൂഷനിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതിനെയാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് കംസ് ദ ഹൈബ്രിഡൈസേഷൻ. നെക്സ്റ്റ് ആണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് ക്വാളിറ്റി, അതായത് ഈ ഒരു പ്ലാന്റിൽ ഒരു ക്വാളിറ്റി, വേറൊരു പ്ലാന്റിൽ വേറൊരു ക്വാളിറ്റി ഉണ്ട്. ഈ രണ്ട് ക്വാളിറ്റിയും കൂടി നമുക്ക് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു പ്രൊഡ്യൂസ് ക്രോപ്പ് വിത്ത് ഹയർ ഈൽഡ്, ബെറ്റർ ക്വാളിറ്റി ആൻഡ് ഡിസീസ് റെസിസ്റ്റൻസ്. നമുക്ക് ഏതൊക്കെ ക്വാളിറ്റിയാണ് ഓരോ പ്ലാന്റിൽ നിന്ന് വേണ്ടത്, ആ ക്വാളിറ്റി മാത്രം നമ്മൾ എൻഷുർ ചെയ്ത് മിക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, വി കോൾ ഇറ്റ് ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇസ് എ മെത്തഡ് ഓഫ് പ്രൊഡ്യൂസിങ് സുപ്പീരിയർ സീഡ്സ് ബൈ ആർട്ടിഫിഷ്യലി പോളിനേഷൻ ടു പ്ലാന്റ്സ് ഓഫ് സെയിം സ്പീഷീസ് ബട്ട് വിത്ത് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ടു കമ്പൈൻ ദെയർ ബെസ്റ്റ് ട്രൈറ്റ്സ്. ഓരോ പ്ലാന്റ്സിൻ്റെയും ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ കമ്പൈൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് സുപ്പീരിയർ സീഡ്സ്. അപ്പം ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ്, നോട്ട് ദ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. ദീസ് ആർ കോൾഡ്, ഇങ്ങനെ ഹൈബ്രിഡൈസേഷനിലൂടെ ഉണ്ടാകുന്ന സീഡ്സിനെ ഹൈബ്രിഡ് സീഡ്സ് എന്നാണ് വിളിക്കുക. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ചില്ലിയുടെ എക്സാമ്പിളാണ്, ചില്ലിയുടെ ഹൈബ്രിഡ് സീരീസിൻ്റെ എക്സാമ്പിളാണ് ഉജ്വല, ജ്വാലാമുഖി എന്നൊക്കെ പറയുന്നതാണ്. ജ്യോതിക, ഭാഗ്യലക്ഷ്മി എന്നൊക്കെ പറയുന്നത് പീയുടെ വെറൈറ്റിയാണ്. പാഡിയുടെ വെറൈറ്റീൻ്റെ പേരാണ് പവിത്ര, അന്നപൂർണ, ജ്യോതിസ് എന്നൊക്കെ പറയുന്നത്. കോക്കനട്ടിൻ്റെ വെറൈറ്റിയാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, അതുപോലെ തന്നെ ലക്ഷഗംഗ എന്നൊക്കെ പറയുന്നത്. ലേഡീസ് ഫിംഗറിൻ്റെ വെറൈറ്റിയാണ് സൽകീർത്തി, കിരൺ എന്നൊക്കെ പറയുന്നത്. സോ ഇങ്ങനെയുള്ള പേരുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, സോ ഇത്
മേജർലി ഡിഫറെൻറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി ഹൈബ്രിഡൈസേഷൻ ഈസ് ദ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് റിക്വയർഡ് ഫോർ ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷനിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യണം. എന്തുകൊണ്ടാണ്? നമുക്ക് ഏത് ക്വാളിറ്റി, ഏത് പ്ലാന്റിൻ്റെ ക്വാളിറ്റിയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആന്തർ ടു സ്റ്റിഗ്മ പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. സോ അതിന് എന്ത് ചെയ്യണം? നമ്മൾ ആർട്ടിഫിഷ്യലി പോളിനേറ്റ് ചെയ്യണം. നമ്മുടെ ഹെൽപ്പ് അവിടെ റിക്വയർഡ് ആണ്. സോ നമ്മൾ നോക്കാം, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് റിക്വയർഡ് ഫോർ ഹൈബ്രിഡൈസേഷൻ. ദ സ്റ്റെപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഇൻക്ലൂഡ്സ്. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ്റെ സ്റ്റെപ്സ് നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഏത് പ്ലാന്റ് ആണോ ഉള്ളത് അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം സ്റ്റേമൻ, അതിൻ്റെ സ്റ്റേമൻ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. അതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് റിമൂവ് ചെയ്യുന്നു ടു പ്രിവെൻറ്റ് ദ സെൽഫ് പോളിനേഷൻ. അവിടെ സെൽഫ് പോളിനേഷൻ നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് റിമൂവ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇമാസ്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് റാപ്പ് ദ ഫ്ലവർ വിത്ത് ബാഗ് ടു അവോയ്ഡ് ഫോറിൻ പോളൻ ഫ്രം ഫോളിങ് ഓൺ ഇറ്റ്. അതായത് ഫോറിൻ ആയിട്ടുള്ള ഒരു പോളൻ ഗ്രെയിൻസ് അവിടെ ഫോളോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാഗിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നു. ബാഗിൽ എന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നു, അല്ലെങ്കിൽ അതിനെ കവർ ചെയ്ത് വെക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇമാസ്കുലേഷൻ ബാഗ് എന്നാണ് ആ ഒരു ബാഗിനെ നമ്മൾ വിളിക്കുക. ഈ ഒരു പ്രോസസ്സിനെ ഇമാസ്കുലേഷൻ എന്നാണ് വിളിക്കുക. കളക്ട് ദ മെച്യൂർ പോളൻ ഗ്രെയിൻസ് ഫ്രം ചൂസ് ആൻഡ് മെയിൽ പാരന്റ്. ഏത് മെയിൽ പാരന്റിന്റെ ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടേണ്ടത്? ആ മെയിൽ പാരന്റിന്റെ ആന്തർ എന്ത് ചെയ്യുന്നു? സ്റ്റേമൻസ്, പോളൻ ഗ്രെയിൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നു. മെച്ചർ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുക. സെയിം സ്പീഷീസ്, അതായത് നമ്മൾ ഇബിസ്കസ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇബിസ്കസിന്റെ മെയിൽ സ്റ്റേമെൻറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കളക്ട് ചെയ്യേണ്ടത്. ഓഫ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് യൂസിങ് എ ഫൈൻ ക്ലീൻ ബ്രഷ്. ഒരു ഫൈൻ ക്ലീൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ക്വാളിറ്റി പ്ലാന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. സോ അത് സെലക്ട് ചെയ്യുന്നു. ഡസ് ദ കളക്റ്റഡ് പോളൻ ഓൺ ടു ദ സ്റ്റിഗ്മ ഓഫ് ഫ്ലവർ, റാപ്പ് അഗെയിൻ ടു പ്രിവെൻറ്റ് അതർ പോളിനേഷൻ ആൻഡ് ടു പ്രൊട്ടക്ട് ദ ഡെവലപ്പിംഗ് ഹൈബ്രിഡ് സീഡ്. അതായത് ഹൈബ്രിഡ് സീഡിനെ പിന്നെയും എന്ത് ചെയ്യും? നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം കളക്റ്റഡ് പോളൻ സ്റ്റിഗ്മയിലേക്ക്, ആ ഫീമെയിൽ ഫ്ലവറിൻ്റെ നമ്മൾ സ്റ്റൈമൻ റിമൂവ് ചെയ്തുള്ള ആ പ്ലാന്റിലേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ റാപ്പ് അഗെയിൻ ടു പ്രിവെൻറ്റ് ദ അതർ പോളിനേഷൻ, മറ്റ് പോളിനേഷൻ നടക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ആ ബാഗ് വെച്ച് ഇമാസ്കുലേഷൻ ബാഗ് വെച്ചിട്ട് വീണ്ടും കവർ ചെയ്യുന്നു. ആൻഡ് ടു പ്രൊട്ടക്ട് ദ ഡെവലപ്പിംഗ് ഹൈബ്രിഡ് സീഡ്. ഇങ്ങനെയാണ് നമ്മൾ ഹൈബ്രിഡ് സീഡിനെ എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക. ഇനി ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം എന്ത് ചെയ്യുന്നു? ആന്തർ കട്ട് ചെയ്യുന്നു. ആന്തർ കട്ട് ചെയ്തിട്ട് വേറൊരു മെയിൽ പ്ലാന്റ് എടുക്കുന്നു. അതിൻ്റെ പോളൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടേക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ആന്തർ റിമൂവ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് നമ്മൾ മൊത്തത്തിലുള്ള പ്രോസസ്സ്. അപ്പോൾ ഈ 3 പ്രോസസ്സും കൂടിയും കമ്പൈൻ ചെയ്തിട്ടാണ്, ആക്ച്വലി ഈ 3 പ്രോസസ്സും കൂടിയും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ത് നമ്മൾ വിളിക്കുന്നത്. അതെന്താണെന്ന് നിങ്ങൾ നോക്കാം. ഇനി ഹൈബ്രിഡ് സീഡ്സ് ആർ മെയിൻലി പ്രൊഡ്യൂസ് ടു ഒബ്റ്റെയിൻ. എന്തിനാണ് ഹൈബ്രിഡ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്തിനാണ്? 2 ഡിഫറെൻറ്റ് ക്വാളിറ്റിയുള്ള പ്ലാന്റ്സിനെ നമ്മൾ സീഡ് ഡെവലപ്പ് ചെയ്ത് നമുക്ക് ആവശ്യമായുള്ള ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലേ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഡിസൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന ക്വാളിറ്റി എന്നാണ് നമ്മൾ ഡിസൈഡ് ക്വാളിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ കമ്പൈൻഡ് ഡിസൈറബിൾ പാരന്റൽ ക്യാരക്ടറിസ്റ്റിക് ആണ് ഹൈബ്രിഡ് സീഡ്സിൻ്റെ മേജർ ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത്. ഐഡന്റിക്കൽ കോപ്പീസ് ഓഫ് ബോത്ത് പാരൻസ് അല്ല അവിടെ നിൽക്കുന്നത്. 2 പാരൻസിൻ്റെയും ക്വാളിറ്റി അവിടെ ഉണ്ടാവും. ആൻഡ് പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു ന്യൂ സ്പീഷീസ്, പുതിയ സ്പീഷീസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഇബിസ്കസും വേറൊരു ഇബിസ്കസും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വെറൈറ്റിയാണ്. ഇബിസ്കസ് അല്ല, വേറൊരാളാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അത് റോങ് ആണ്. ന്യൂ സ്പീഷീസ് ഉണ്ടാവില്ല. ക്രോപ്സ് വിതൗട്ട് ഫ്ലവറിങ് സ്റ്റേജസ്, അതായത് ഫ്ലവറിങ് സ്റ്റേജസ് ഒന്നും അതിൽ കാണാൻ പറ്റില്ല ഹൈബ്രിഡൈസ്ഡ് സീഡ്സിൽ, അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞിട്ടുള്ള പ്ലാന്റ്സിൽ എന്ന് പറയുന്നത് റോങ് ആണ്. സോ ഓപ്ഷൻ ഡി എന്താണ്? റോങ് ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റേഴ്സ് കേരളത്തിലുള്ളത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് KAU, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. മണ്ണുത്തിയിലാണ്, തൃശ്ശൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ എന്താണ് മേജർലി ചെയ്യുന്നത്? ആൻഡ് ഫോക്കസ് ഓൺ ക്രോപ്സ്, ആനിമൽസ് ആൻഡ് ബേർഡ്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ബേർഡ്സിൻ്റെ റിസർച്ച്, ക്രോപ്സ്, ആനിമൽസ്, ഇതൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? മേജർലി ഫോക്കസ് ചെയ്യുന്നത്. ഇനി സെൻട്രൽ ട്യൂബേഴ്സ് ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CTCRI ശ്രീകാര്യം തിരുവനന്തപുരത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇറ്റ് സ്പെഷ്യലൈസ് ഇൻ റിസർച്ച് ആൻഡ് വേരിയസ് ട്യൂബർ ക്രോപ്സ്, അതായത് പൊട്ടാറ്റോ, ടാപ്പിയോക്ക, ഇങ്ങനെയുള്ള ട്യൂബർ ക്രോപ്സിനെ കുറിച്ചാണ് അവിടെ എന്ത് ചെയ്യുന്നത്? റിസർച്ച് ചെയ്യുന്നത്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ RRII എന്ന് പറയുന്നത് കോട്ടയത്താണുള്ളത്. ഇറ്റ് ഡെവലപ്സ് ഹയർ yielding റബ്ബർ വെറൈറ്റീസ് സ്യൂട്ടഡ് ഫോർ ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ഏരിയ. അവിടെ റബ്ബറുകളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? റിസർച്ച് ചെയ്യുന്നത്. ആൻഡ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് CPCRI കാസർഗോഡാണുള്ളത്. അവിടെ എന്താ ചെയ്യുന്നത്? കോക്കനട്ട്, അരക്കിനട്ട് എന്ന് പറഞ്ഞാൽ അടക്ക, ആൻഡ് കൊക്കോ പോലെയുള്ള പ്ലാന്റേഷൻ ക്രോപ്സിനെ, അതായത് കൊമേഴ്ഷ്യലി നമ്മൾ പ്ലാന്റേഷൻ ക്രോപ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അവിടെ എന്ത് ചെയ്യുന്നത്? മേജർലി നമ്മൾ എക്കണോമിക്കൽ പേർപ്പസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന നമ്മളെ പ്ലാന്റേഷൻ ക്രോപ്സിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? റിസർച്ച് ചെയ്യുന്നത്. എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം എ റബ്ബർ ഫാമർ ഇൻ കേരള വാണ്ട്സ് ഇൻഫർമേഷൻ ഓൺ ഡെവലപ്പിംഗ് ഹൈ yield റബ്ബർ വെറൈറ്റീസ് suitable for his region, which research institute would be
മോസ്റ്റ് അപ്രോപ്രിയേറ്റ്, ഏത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് റബ്ബറിനെ കുറിച്ച് അയാൾ അന്വേഷിക്കാൻ പോകേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതെവിടെയാണ്? RRII, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി KIU എന്ന് പറയുന്നത് മണ്ണുത്തി തൃശ്ശൂരിലുള്ള കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് CPCRI എന്ന് പറയുന്നത്. CTCRI എന്ന് പറയുന്നത് സെൻട്രൽ ട്യൂബേഴ്സ് ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ അതെന്ത് ചെയ്യാൻ നിങ്ങൾ നോക്കാം. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇനി ഫാർമർ ഗ്രോയിങ് കസാവ വിഷസ് ടു ഒബ്റ്റെയിൻ സയന്റിഫിക് ഗൈഡൻസ് ഓൺ ഇംപ്രൂവിങ് ട്യൂബർ. കസാവ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാപ്പിയോക്ക കേട്ടോ, ടാപ്പിയോക്ക തന്നെയാണ് നമ്മൾ കസാവ എന്ന് വിളിക്കുന്നത്. കസാവ കൃഷി ചെയ്യുന്ന സമയത്ത് ട്യൂബർ ആണല്ലോ, ട്യൂബർ പ്രൊഡക്ഷൻ, ക്രോപ്പ് പ്രൊഡക്ഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിച്ച് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പെഷ്യലൈസേഷൻ ഇൻ ദിസ് ഏരിയ, ഏത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ CTCRI ആണ് അത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. CTCRI ശ്രീകാര്യം തിരുവനന്തപുരമാണ്. സോ ഓപ്ഷൻ C ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ആൻസർ. സെൻറ്റർ ട്യൂബേഴ്സ് ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കറക്റ്റ് ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, സോ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ക്രോപ്സ് വെറുതെ ഡെവലപ്പ് ചെയ്താൽ പോരെ അല്ലേ, അതിനെന്ത് ചെയ്യണം? നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള ഫെർട്ടിലിറ്റി എന്ത് ചെയ്യണം? നമ്മൾ സോയിലിൽ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഫെർട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോയിലിൽ കൊടുക്കുന്ന സം കെമിക്കൽസിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ കെമിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ബയോളജിക്കൽ പർപ്പസ് ത്രൂ എന്ത് ചെയ്യാൻ പറ്റും? ബയോളജിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫെർട്ടിലൈസേഴ്സ് മേക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് കൗഡങ്, ഗ്രീൻ മാനോർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രോപ്പർ സോയിൽ ന്യൂട്രീഷൻ ഈസ് എസെൻഷ്യൽ ഫോർ പ്രോപ്പർ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് അബണ്ടന്റ് ഹാർവെസ്റ്റ്. അതായത് നന്നായിട്ട് ഹാർവെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രോപ്പർ പ്ലാന്റ് ഗ്രോത്തിനും ഫെർട്ടിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് സോയിലിന്. ഫെർട്ടിലൈസേഴ്സ് ആർ സബ്സ്റ്റൻസ് ആഡഡ് ടു ദ സോയിൽ ടു ഇംപ്രൂവ് പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഈൽഡ്. അതായത് പ്ലാന്റ് ഗ്രോത്തും ഈൽഡും നമുക്ക് കൂട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്ലൈയിങ് റൈറ്റ് ഡോസ് അറ്റ് ദ റൈറ്റ് ടൈം ഈസ് ക്രൂഷ്യൽ. ഇറ്റ് ഇൻക്ലൂഡ്സ്, അതായത് റൈറ്റ് ടൈമിൽ എന്ത് ചെയ്യണം? നമ്മൾ ഫെർട്ടിലൈസേഴ്സ് റൈറ്റ് എമൗണ്ടിൽ എന്ത് ചെയ്യണം? റൈറ്റ് ഡോസിൽ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്ലാന്റ് ഗ്രോത്തിന്. അപ്പം ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, അതായത് ജൈവ വളങ്ങളാണ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഒബ്റ്റെയിൻ ഫ്രം ഡീകമ്പോസ്ഡ് പ്ലാന്റ് ആൻഡ് ആനിമൽ വേസ്റ്റ്. ആനിമൽ വേസ്റ്റിൽ നിന്നും ഡീകമ്പോസ്ഡ് പ്ലാന്റിൽ നിന്നും പ്ലാന്റിൽ നിന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഓർഗാനിക് ഫെർട്ടിലൈസർ കിട്ടുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് കമ്പോസ്റ്റ് വളങ്ങൾ, മാനുവർ, ബോൺ മീൽ എന്ന് പറഞ്ഞാൽ എല്ലുപൊടിയാണ്, കൗഡ് എന്ന് പറഞ്ഞാൽ ചാണകമാണ്. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഓർഗാനിക് ഫെർട്ടിലൈസറിൻ്റെ എക്സാമ്പിളാണ്. ഇനി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അതായത് ലബോറട്ടറിയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം പോലെയുള്ള അതുപോലെ തന്നെ പൊട്ടാസ്യം പോലെയുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള തിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്? മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിന്തറ്റിക്കലി മാനുഫാക്ചർഡ് ന്യൂട്രിയൻസ് ഫോർ ക്വിക്ക് അബ്സോർപ്ഷൻ, അതായത് പ്ലാന്റ്സിനെ ക്വിക്കായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതിനാണ് നമ്മൾ വിളിക്കുന്നത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് യൂറിയ, NPK മിക്സ്ചർ. അതൊക്കെ എന്താണ്? അതിൻ്റെ എക്സാമ്പിളാണ്. യൂറിയ, NPK മിക്സ്ചർ എന്നൊക്കെ പറയുന്നത് അതാണ്. യൂറിയ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് നൈട്രജൻ ആണ്. NPK മിക്സ്ചർ നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം ആണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അതെന്ത് ചെയ്യാം? നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. ഇനി മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സോയിലിൽ ചില മൈക്രോബ്സ്, ചില ബാക്ടീരിയ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള തിങ്സിനെ ഡീകമ്പോസ് ചെയ്ത് ന്യൂട്രിയൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലിവിങ് മൈക്രോ ഓർഗാനിസം ദാറ്റ് എൻഹാൻസസ് സോയിൽ ന്യൂട്രിയൻ അവൈലബിലിറ്റി, അങ്ങനെയുള്ള മൈക്രോബ്സിൻ്റെ എക്സാമ്പിളാണ് മൈക്രോ ഫെർട്ടിലൈസേഴ്സ്. അങ്ങനെയുള്ള മൈക്രോബ്സിനെയാണ് നമ്മൾ മൈക്രോ ഫെർട്ടിലൈസേഴ്സ് എന്ന് വിളിക്കുക. അതിന് എക്സാമ്പിളായിട്ട് വരുന്നതാണ് സ്യൂഡോമോണാസ്, അതുപോലെ തന്നെ അസോസ്പൈറൽ എന്ന് പറയുന്നതൊക്കെ. സ്യൂഡോമോണാസും അസോസ്പൈറലൊക്കെ എന്താണ്? ബാക്ടീരിയ ആണ്. ഒരു മേജർലി കൊടുക്കുന്നത് ഫോസ്ഫറസ്, നൈട്രജൻ പോലെയുള്ള മെറ്റീരിയൽസ് ആണ് എന്ത് ചെയ്യുന്നത്? പ്ലാന്റിന് സോയിലിൽ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കാം. ആൻഡ് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എ ഫാർമർ വാണ്ട്സ് ടു ഇംപ്രൂവ് സോയിൽ ഫെർട്ടിലിറ്റി വൈൽ പ്രൊട്ടക്ടിങ് ബെനിഫിഷ്യൽ സോയിൽ മൈക്രോ ഓർഗാനിസം ആൻഡ് റെഡ്യൂസിങ് ലോങ് ടേം എൻവയോൺമെന്റൽ ഡാമേജ്. അതായത് ലോങ് ടേമിൽ എൻവയോൺമെന്റൽ ഡാമേജ് ഒന്നും ഉണ്ടാവരുത്, പക്ഷെ എന്താണ്? സോയിൽ മൈക്രോ ഓർഗാനിസത്തിനെ പ്രൊട്ടക്റ്റും ചെയ്യണം, അതുപോലെ തന്നെ സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസും ചെയ്യണം. അപ്പം വീച്ച് ഫെർട്ടിലൈസേഷൻ സ്ട്രാറ്റജി, ഏത് ഫെർട്ടിലൈസേഷൻ സ്ട്രാറ്റജിയാണ് നമുക്ക് കുറച്ചുകൂടി സസ്റ്റൈനബിൾ ആയിട്ട് ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്ലൈയിങ് ഓൺലി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ത്രൂ ഔട്ട് ദ ഇയർ എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? അല്ല അല്ലേ, അത് കറക്റ്റ് അല്ല. എന്തുകൊണ്ടാണ്? ത്രൂ ഔട്ട് ദ ഇയർ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോയിലിന് എന്താ? ഫെർട്ടിലിറ്റി കുറയും. യൂസ് മെയിൻലി ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് വിത്ത് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസർ ആണ് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരിക. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് മണ്ണിന് എന്ത് ചെയ്യില്ല? മണ്ണിന് ബെനിഫിഷ്യൽ ആണ്. ആൻഡ് ഓൾസോ മണ്ണിന് ഒരു ഹാംഫുളും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ഹാം ടു സോയിൽ ആണെന്ന് എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. ഇറ്റ് യൂസസ് ഓൺലി യൂറിയ ബിഫോർ എവറി ഇറിഗേഷൻ എന്ന് പറയുന്നത് റോങ് ആണ്. എവറി ഇറിഗേഷൻ, നമ്മൾ ജലം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ യൂറിയ കൊടുക്കണം. അത് കെമിക്കൽ ഫെർട്ടിലൈസർ ആണ്, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സ്റ്റോപ്പ് അപ്ലൈയിങ് ഫെർട്ടിലൈസേഴ്സ് കംപ്ലീറ്റ്ലി എന്ന് പറയുന്നത് റോങ് ആണ്. നമ്മൾ മണ്ണിൽ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ ഫെർട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അത് നല്ലൊരു കാര്യമാണ്. അത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് നന്നായിട്ട് യൂസ് ചെയ്യുക, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കുറച്ച് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ബെറ്റർ ഫോർ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് ഓൾസോ. അതെന്ത് ചെയ്യാൻ നിങ്ങൾ നോക്കാം. ഇനി വിച്ച് പ്രാക്ടീസസ് ബെസ്റ്റ് മെയിൻറ്റെയിൻസ് ലോങ് ടേം സോയിൽ ഫെർട്ടിലിറ്റി. ലോങ് ടേം സോയിൽ ഫെർട്ടിലിറ്റിനെ
ബെസ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബാലൻസ് യൂസ് ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, റിപ്പീറ്റഡ് യൂസ് ഓഫ് ഓൺലി യൂറിയ ഫെർട്ടിലൈസേഴ്സ്, ഹെവി കെമിക്കൽ അപ്ലിക്കേഷൻ എവറി സീസൺ എന്ന് പറയുന്നുണ്ട്, കംപ്ലീറ്റ് അവോയ്ഡൻസ് ഓഫ് ഓൾ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഏതാണ് ലോങ് ടേം സോയിൽ ഫെർട്ടിലിറ്റി കൊടുക്കാൻ ചോദിച്ചെങ്കിൽ നമ്മൾ ബാലൻസ്ഡ് യൂസ് ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യണം. ഇതിൻ്റെ ഒപ്പം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കുറച്ച് എമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. അത് ബാലൻസ്ഡ് ഫോമിൽ എന്ത് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്യണം. എന്നാലായിരിക്കും നമുക്ക് സോയിൽ ഫെർട്ടിലിറ്റി ഒരു ലോങ് ടൈമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് വെക്കാൻ പറ്റുക. ഇനി എക്സസ് യൂസ് ഓഫ് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എക്സസ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മേ റിഡ്യൂസ് സോയിൽ ഫെർട്ടിലിറ്റി ഓവർ ടൈം. കറക്റ്റ് ആണ് അല്ലേ, ട്രൂ ആണ്. എന്തുകൊണ്ടാ? ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ക്യാൻ ഡാമേജ് സോയിൽ മൈക്രോ ഓർഗാനിസം ആൻഡ് ഡിറ്റീരിയേറ്റ് സോയിൽ സ്ട്രക്ചർ. സോയിൽ സ്ട്രക്ചറിനെ എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റീരിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, തിരിച്ച് കൊണ്ടുപോകും. അതായത് സോയിൽ ഫെർട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുന്നതാണ് അവിടെ ഉദ്ദേശിച്ചുള്ളത് കേട്ടോ. അപ്പോൾ ഓവർ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിക്രീസ് ചെയ്യും. ഇറ്റ്സ് ഓൾസോ എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. റീസൺ കറക്റ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, അസേർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ എ ആയിരിക്കും നമ്മളെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി നമ്മളെ കൃഷിയിടത്തിലൊക്കെ മേജർലി വരുന്ന ഒരാളാണ് പെസ്റ്റ് അല്ലേ. നമ്മളെ കൃഷി നശിപ്പിക്കാൻ വരുന്ന ആളുകളെയാണ് വി കോൾ ഇറ്റ് ആസ് പെസ്റ്റ് എന്നാണ് വിളിക്കുക. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈക്രോബ്സ് ആവാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്സ് ആവാം, വൈറസുകളാവാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള തിങ്സ് ആവാം. അപ്പോൾ അവരെയാണ് നമ്മൾ പെസ്റ്റ് എന്ന് വിളിക്കുക. പെസ്റ്റ് ഇൻക്ലൂഡ് സ്ട്രാറ്റജീസ് ടു മാനേജ് ഓർഗാനിസംസ് ദാറ്റ് ഡാമേജസ് ക്രോപ്സിനെ ഡാമേജ് ചെയ്യുന്ന ഓർഗാനിസങ്ങളെയാണ് വി കോൾ ഇറ്റ് ആസ് പെസ്റ്റ് എന്ന് വിളിക്കുക. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന മെത്തഡോളജീസ് ആണ്, സ്ട്രാറ്റജീസ് ആണ് നമ്മൾ പെസ്റ്റ് കൺട്രോൾ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ബയോളജിക്കൽ, മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ്സ്. 3 മെത്തേഡ്സ് ആണ് നമ്മൾ മേജർലി നമ്മൾ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വെക്കുന്നത്. ഏതൊക്കെയാണ്? വൺ ഈസ് ബയോളജിക്കൽ കൺട്രോൾ. ബയോളജിക്കൽ കൺട്രോളിൻ്റെ എക്സാമ്പിൾ ആണ് യൂസിങ് നാച്ചുറൽ എനിമീസ് ലൈക്ക് ലേഡി ബഗ്സ്, ഫ്രോക്സ്, ട്രൈക്കോഗ്രാമ, മബൂയ ബഗ്സ്. ഇങ്ങനെയുള്ള ചില ഓർഗാനിസം നമ്മൾ നോക്കാം. ആ ചില ഓർഗാനിസത്തിന് നാച്ചുറൽ എനിമി ഉണ്ടാവും. ആ നാച്ചുറൽ എനിമീനെ നമ്മൾ അവിടേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പെസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നാച്ചുറലി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കൺട്രോളിനെയാണ് ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്ന് വിളിക്കുന്നത്. ഇനി മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ ഉണ്ട്. നമ്മൾ ചില ട്രാപ്പൊക്കെ നമ്മൾ മേക്ക് ചെയ്തിട്ട് ചില കെമിക്കൽസ് ഒക്കെ നമ്മൾ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെസ്റ്റുകളെ നമ്മൾ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവരെ റിമൂവ് ചെയ്യും. ഓക്കെ, അവരെന്ത് ചെയ്യും, നമ്മൾ ട്രാപ്പ് ചെയ്തിട്ട് റിമൂവ് ചെയ്യും. അതാണ് മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്ന് വിളിക്കുന്നത്. യൂസിങ് ട്രാപ്സ് സച്ച് ആസ് ഫെറമോൺ ട്രാപ്സ്. അതാണ് ഫെറമോൺ എന്ന് പറയുന്ന കെമിക്കൽസ്. അല്ലെങ്കിൽ ബേസിൽ ലീവ്സ് ല്യൂർ. നമ്മളെ ബേസിൽ ലീവ്സ് എന്ന് പറഞ്ഞാൽ തുളസിയിലൊക്കെ നമ്മൾ അരച്ചിട്ട് പേസ്റ്റൊക്കെ ആക്കിയിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ അവിടെയൊക്കെ അട്രാക്ട് ചെയ്യിക്കും. ആ ഒരു സ്മെല്ല് വെച്ചിട്ട് അവർ അട്രാക്റ്റ് ആവും. അപ്പം അവരെന്ത് ചെയ്യും, നമ്മൾ ട്രാപ്പ് ചെയ്യും. ആൻഡ് റിമൂവൽ ഓർ ഫിസിക്കൽ ബാരിയേഴ്സ്. നമ്മൾ എന്ത് ചെയ്യും, ചില ആളുകൾ നമ്മൾ പറിച്ചൊക്കെ കളയില്ല, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഹാൻഡ്ലി നമ്മൾ എന്ത് ചെയ്യും, ചില പെസ്റ്റുകളെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സം കെമിക്കൽസ് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെസ്റ്റിനെ കില്ല് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഹാംഫുൾ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ഓർഗാനിക് ഓർ കെമിക്കൽ സബ്സ്റ്റൻസ് ലൈക്ക് ടു കിൽ പെസ്റ്റിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കെമിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്, അതായത് ചിലപ്പോൾ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ടൊബാക്കോ ഡിക്കോക്ഷൻ, നീം ഓയിൽ ഇമൽഷൻ പോലെയുള്ള തിങ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെന്താണ്, അത് നമുക്ക് നമ്മുടെ പ്ലാന്റ്സിനോ അല്ലെങ്കിൽ സോയിലിനൊന്നും ഹാംഫുൾ അല്ല. പക്ഷേ നമ്മൾ കെമിക്കലി ഉള്ള മാലത്തിയോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, DDT, മാലത്തിയോൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അത് നമ്മുടെ സോയിൽ സ്ട്രക്ചറിന് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും, അതുപോലെ ഡിറ്റീറിയേറ്റ് ചെയ്യും. ആൻഡ് ഓൾസോ അത് റെഡ്യൂസ് ചെയ്യും, സോയിൽ ഫിൽറ്ററിറ്റി റെഡ്യൂസ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് ഹാംഫുൾ ടു സോയിൽ ആസ് വെൽ ആസ് അസ്. നമ്മൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമ്മൾ കഴിക്കുന്നത് ഫുഡാണ് അല്ലേ. നമ്മൾ ആ ഒരു ക്രോപ്പ് പ്രൊഡക്ഷനിലൂടെ വരുന്ന ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. സോ എൻഡോസൾഫാൻ, മാലത്യൂൺ, DDT പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ കംസ് ദ VD സൈഡ്. VD സൈഡ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ്, അതായത് ഇപ്പോൾ ഒരു പാഡി ഗ്രോ ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രാസ് ഫോം ചെയ്യുക. അതിനെയാണ് നമ്മൾ കളകൾ അല്ലെങ്കിൽ വീഡ്സ് എന്ന് വിളിക്കുക. അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്ലിക്കേഷൻ ഓഫ് VD സൈഡ്സ് ടു കൺട്രോൾ അൺവാണ്ടഡ് പ്ലാന്റ്സ്. അവിടെ അൺവാണ്ടഡ് ആയിട്ട് വരുന്ന പ്ലാന്റ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ VD സൈഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വെജിറ്റേറ്റീവ് ഫാമർ observe that only a few insects are damaging his crops. Instead of spraying pesticides immediately, he releases ladybugs in the field. അതായത് അവർ ആ ഒരു certain ആയിട്ടുള്ള പെസ്റ്റുകളാണ് ആക്ച്വലി ആ ക്രോപ്പിനെ എന്ത് ചെയ്യുന്നത്, നശിപ്പിക്കുന്നത് അയാൾക്ക് മനസ്സിലായി. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, ലേഡി ബഗ്സിനാണ് എന്ത് ചെയ്തത്, അവിടേക്ക് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മെത്തേഡിന് എന്താ വിളിക്കുക എന്ന് ചോദിച്ചാൽ, ഈ ഒരു മെത്തേഡിന് നമ്മൾ എന്താ വിളിക്കുക, ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്നാണ് വിളിക്കുക അല്ലേ. എന്താണ്, അതിൻ്റെ നാച്ചുറൽ എനിമീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോളാണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി ഫാമർ ഇൻസ്റ്റാൾ ഫെറമോൺ ട്രാപ്സ്, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽസ് ആ ഒരു സ്മെല്ല് അട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും,
പെസ്റ്റുകൾ വരും, അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാപ്പ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഫെറോമോൺ ട്രാപ്സ് എന്ന് വിളിക്കും. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ. മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോളിൻ്റെ എക്സാമ്പിൾ ആണ്. സോ മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോളിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞ ഒരാളാണ് ഇത് നമ്മുടെ ഫെറമോൺ ട്രാപ്സ് എന്ന് പറയുന്നത്. ദ പ്രൈമറി പർപ്പസ് ഓഫ് ദീസ് ട്രാപ്സ്, ഈ ഒരു ട്രാപ്പിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണ്? ഇൻസെക്റ്റിനെ ഡാമേജ് ഒന്നും ചെയ്യില്ല, ട്രാപ്പാണ് ചെയ്യുന്നത്. സോ എന്താണ് ഇതിൻ്റെ പ്രൈമറി പർപ്പസ്? അതെന്താണ്? ടു അട്രാക്ട് ആൻഡ് ട്രാപ്പ് ഇൻസെക്ട്സ് അല്ലെങ്കിൽ പെസ്റ്റുകളൊക്കെ ട്രാപ്പ് ചെയ്യാനും അട്രാക്ട് ചെയ്യാനാണ് ഈ ഒരു ഫെറമോൺ ട്രാപ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡിൽ ഒരുപാട് തരത്തിലുള്ള ചേഞ്ചസ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അഗ്രികൾച്ചർ പർപ്പസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോണിറ്ററിംഗ് സിസ്റ്റംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. യൂസ് ഓഫ് AI ഇൻക്ലൂഡ്സ് യൂസേജ് ഓഫ് സ്മാർട്ടർ കമ്പ്യൂട്ടർ ടെക്നോളജി ടു ഹെൽപ്പ് ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്മാർട്ട് ടെക്നിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, AI ത്രൂ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഹെൽപ്സ് മോണിറ്ററിങ് ക്രോപ്സ്, ഡിറ്റക്റ്റിംഗ് പ്ലാന്റ് ഡിസീസസ്, പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലാന്റ്സിന് വരുന്ന ഡിസീസസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് പ്രഡിക്റ്റിംഗ് വെതറൊക്കെ പ്രഡിക്റ്റ് ചെയ്ത് നമുക്ക് എപ്പോഴാണ് നമുക്ക് കൂടുതൽ ഈൽഡ് കിട്ടാന്നൊക്കെ നമുക്ക് എന്ത് പറ്റും, അസസ് ചെയ്യാൻ പറ്റും AI യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഗ്രികൾച്ചർ ഫീൽഡിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്സ് ഇൻ റെഗുലേറ്റിംഗ് ദ യൂസ് ഓഫ് വാട്ടർ, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് മോർ എഫിഷ്യൻ്റ്ലി. അതായത് പെസ്റ്റിസൈഡ്സിനെ, വാട്ടറിനെ, അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സിനെയൊക്കെ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, AIക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഹെൽപ്സ് ഇൻ ഡിറ്റക്റ്റിംഗ് പെസ്റ്റ് ആൻഡ് പെസ്റ്റ് കൺട്രോളിംഗ് യൂസിങ് ലേസേഴ്സ് വെച്ചിട്ട് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാം, അതുപോലെ തന്നെ പെസ്റ്റിനെ ഡിറ്റക്ട് ചെയ്യാം. ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് AI വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മൾ അഗ്രികൾച്ചർ ഫീൽഡിൽ മേജർലി എന്ത് ചെയ്യുന്നത്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. AI ടെക്നോളജി ഇൻ അഗ്രികൾച്ചർ ക്യാൻ ഡയറക്ട്ലി ഹെൽപ്സ് ഫാമേഴ്സ് ബൈ, എങ്ങനെയാണ് AI ടെക്നോളജി അഗ്രികൾച്ചറിൽ എങ്ങനെയാണ് ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുണ്ട്. അതെന്താ ചെയ്യുന്നത്? ഡിറ്റക്റ്റിംഗ് പെസ്റ്റ് ത്രൂ സ്മാർട്ട് ഇമേജിംഗ് അല്ലേ. അത് നമുക്ക് അവർ ക്യാമറയിൽ ഫോട്ടോ എടുക്കും, AI എന്ത് ചെയ്യും, എന്നിട്ട് അസസ് ചെയ്യും ഏത് പെസ്റ്റാണ് അവിടെ വന്നിട്ടുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഡിറ്റക്റ്റിംഗ് പെസ്റ്റ് ത്രൂ സ്മാർട്ട് ഇമേജിംഗ്, അതാണ് ആക്ച്വലി AIൻ്റെ മേജർ ആയിട്ടുള്ള വർക്ക്. കൺവേർട്ടിംഗ് ഹൈബ്രിഡ് ഇൻറ്റു പ്യുവർ വെറൈറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ AIൻ്റെ വർക്കല്ല. എലിമിനേറ്റിംഗ് നീഡ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് കംപ്ലീറ്റ്ലി എന്ന് പറയുന്നതും റോങ് ആണ്. റീപ്ലേസിംഗ് ഓർ ഇറിഗേഷൻ പെർമനൻ്റ്ലി എന്ന് പറയുന്നതും എന്താണ്, റോങ് ആണ്. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ഫാമർ റിസീവ്സ് പെസ്റ്റ് വാർണിംഗ്സ് ഓൺ എ മൊബൈൽ ആപ്ലിക്കേഷൻ ബിഫോർ ഇൻസെക്ട് സ്പ്രെഡ് വൈഡ്ലി. അതായത് ഒരു ഫാമറിന് എന്ത് ചെയ്യുന്നു, ഒരു വാർണിംഗ് മെസ്സേജ് വരുന്നു, AI ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വാർണിംഗ് മെസ്സേജാണ്, മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ ആണ് കിട്ടിയിട്ടുള്ളത്. ബിഫോർ ഇൻസെക്ട് സ്പ്രെഡ് വൈഡ്ലി, ഇൻസെക്ട്സ് സ്പ്രെഡ് ആവുന്നതിന് മുമ്പ് അയാൾക്ക് എന്ത് ചെയ്തു, ആ വാർണിംഗ് കിട്ടിയിട്ടുണ്ട്. ഈ ദ ടെക്നോളജി യൂസ് ഇൻ മോസ്റ്റ് ലൈക്ലി, ഏത് ടെക്നോളജി ആയിരിക്കും അവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവുക, അവിടെ എന്താണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് മോണിറ്ററിംഗ് ആയിരിക്കും അവിടെ ചെയ്തിട്ടുണ്ടാവുക. മെക്കാനിക്കൽ ട്രാപ്പോ അല്ലെങ്കിൽ ട്രഡീഷണൽ മാനുവൽ ക്രോപ്പ് ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ ഓർഗാനിക് മാനുവൽ ബേസ്ഡ് ഫാമിംഗ് ഒന്നല്ല അവിടെ ചെയ്തില്ല. അവിടെ എന്താണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും അയാൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക. സോ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പാർട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും പാർട്ടിൽ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനി ഏതെങ്കിലും പാർട്ടിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണം, കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ NSMCക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, NSMCക്ക് രജിസ്റ്റർ ചെയ്യുക. അതിനുള്ള QR കോഡാണ് ഇവിടെ കൊടുത്തുള്ളത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ലിങ്കും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് ആയിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു NSMCക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള nsmc.xandylearning.com എന്ന് പറയുന്ന വെബ്സൈറ്റും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. ഇതുവരെ രജിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ സയൻസിലും മാത്സിലും നിങ്ങൾ മിടുക്കരായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ക്യാഷ് പ്രൈസുകൾ അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് NSMC എന്ന് പറയുന്നത്. സോ മറ്റൊരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഓൾ ആൻഡ് ബൈ.